ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവനും വിവാദപ്പെടുത്തുന്നവനും പാപികളെ കൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനെ നിത്യാനന്ദവും ആശിസും. പോയിനോ? ഇല്ല, ഞാനേ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാകുന്നേ സഹോദരനെ മരണചന്ദ്രം പ്രധാനമാളാക്കിയ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തിലൂടെ ഇസ്രായേൽ മരിച്ചവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതായി നാം എന്നും ഈ വാക്കുകളാൽ നമ്മുടെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും സാധനം പിതാവും പുത്രനും
തൂണിന്റെ ചൂട്ടിലുണ്ടെന്നാണ്. പ്രതീക്ഷ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഫലമായി പൂർത്തിയാക്കിയ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ ഭൂമിയിലുള്ള പരിസമാപ്തിക്ക് നല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഹൃദയപൂർവ്വം കൃതജ്ഞതയർപ്പിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണിത്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തുമാത്രം അനുഗ്രഹീതമാണ് എന്ന് നാം ഓർമ്മിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 96 വർഷം ഭൂമിയിൽ ജീവിച്ച് വലിയ സംതൃപ്തിയോടെ തൻ്റെ നിത്യസമ്മാനം വാങ്ങാനായി തൻ്റെ സൃഷ്ടാവും വിധിയാളനുമായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് അഭിമാനപൂർവ്വം കടന്നു ചെന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മച്ചിയോർത്ത്, ഈ അമ്മച്ചിയുടെ മക്കൾ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും നല്ല ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വാക്കച്ചാലിൽ കുടുംബം ഈ പ്രദേശത്തിന് എന്തുമാത്രം അനുഗ്രഹപ്രദമാണ്. മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വരികയും ഒരുപക്ഷെ ഈ തലമുറയിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കഠിനമായ ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ ധീരതയോടെ മുന്നേറി ഒരു മനുഷ്യായുസ്സ് നേടാവുന്ന എല്ലാ പുണ്യങ്ങളും തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സമചിത്തതയിലൂടെയും നേടി വലിയ സംതൃപ്തിയോടെ തൻ്റെ നിത്യസമ്മാനത്തിനായി കടന്നു പോയിരിക്കുകയാണ് പ്രിയപ്പെട്ട അമ്മച്ചി. നമുക്കറിയാം 96 വർഷം ദീർഘിക്കുന്ന ഒരു ജീവിതം. നമ്മൾ ജീവിച്ച വർഷങ്ങളല്ല, മറിച്ച് വർഷിക്കുന്ന ജീവിതമാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുൻപിൽ വിലയുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തും. ജീവിച്ച വർഷങ്ങളുടെ എണ്ണമല്ല, വർഷിച്ച ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് ഒരാളുടെ ആയുസ്സിനെ വിലയുള്ളതാക്കി മാറ്റുന്നത്. ആ അർത്ഥത്തിൽ
നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി എന്തുമാത്രം അർത്ഥപൂർണമായ ജീവിതമാണ് പിന്നിട്ടതെന്ന് നമുക്ക് ഓർക്കാം. തൻ്റെ 9 മക്കളും അവരോടുള്ള നല്ല സ്നേഹബന്ധത്തിന്, അവർ തമ്മിലുള്ള നല്ല സ്നേഹബന്ധത്തിന് ഈ അമ്മച്ചി എപ്പോഴും ഉൾപ്രേരകമായിരുന്നു. 1.5 വർഷം മുൻപ് നാം എല്ലാം ഈ ഭവനാങ്കണത്തിൽ ഒരുമിച്ച് കൂടിയത് ഈ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മകന്റെ യാത്രയപ്പിനായി. അക്ഷരാർത്ഥത്തിൽ പ്രദേശത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയ ഒരു വേർപാടായിരുന്നു പ്രിയപ്പെട്ട ജോസിയേട്ടൻ്റെ നമ്മൾ ഓർമ്മിക്കും. ഒരുപക്ഷെ ഈ അമ്മച്ചിയുടെ കഠിനമായ ജീവിതത്തിൻ്റെയും ത്യാഗപൂർണമായ അധ്വാനത്തിൻ്റെയും തമ്പുരാനിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും ഒരു അനുഗ്രഹമായിരുന്നു ഒരുപക്ഷെ ജോസിയേട്ടൻ്റെ കടന്നു പോകുക. അമ്മച്ചി ഒത്തിരി വേദനിപ്പിച്ചില്ല. കാരണം ഓർമ്മയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരുതുന്നു അത് നല്ല ദൈവം, കരുണയുള്ള ദൈവം ഈ അമ്മച്ചിക്ക് കൊടുത്തൊരു അനുഗ്രഹമായിരുന്നു. ആ വിയോഗം ഈ പ്രിയപ്പെട്ട അമ്മയെ എന്തുമാത്രം വേദനിപ്പിക്കുമായിരുന്നെന്ന് നല്ല ദൈവത്തിനറിയാം. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ തമ്പുരാനൊക്കെ നൽകുന്ന ചില അനുഗ്രഹങ്ങളുടെയൊക്കെ വൈവിധ്യം അമ്മയ്ക്ക് വിസ്മയിപ്പിച്ചു പോകുന്നുണ്ട്. അത്ര വലിയൊരു ജനക്കൂട്ടം ഇവിടെ വന്നിട്ടും ആ വലിയ ചർമ്മ ശുശ്രൂഷ ഇവിടെ നടന്നിട്ടും പ്രിയപ്പെട്ട അമ്മച്ചി അതേക്കുറിച്ച് വലിയൊരു അവബോധമില്ലാതെയാണ് ജീവിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വഴികളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നുവെന്നതിൻ്റെ തെളിവാണത്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ഇവിടെ മിന്നിച്ചേട്ടനെയും സിവിച്ചേട്ടനെയും ഈ അമ്മച്ചിയുടെ പെൺമക്കൾ ഓരോരുത്തരെയും നന്ദിയോടെ ഈ സമൂഹം ഓർമ്മിക്കുക. ഏറെ ശ്രദ്ധയോടെ ഓർക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ലൂസിയസിനെ ഓർമ്മിക്കുക. ആയിരക്കണക്കിന് അശരണരായ ആളുകൾക്ക് ഒരു അനുഗ്രഹമായി ജീവിക്കുന്ന പ്രിയപ്പെട്ട ലൂസിയസിന്റെ നന്മകളെ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം. അത്രമേൽ ദൈവവിശ്വാസത്തിലും പരസ്നേഹത്തിലും ജീവകാരുണ്യത്തിലും ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ ഈ അമ്മച്ചി ശ്രദ്ധിച്ച നന്മകൾ കൊണ്ടാണ് പ്രിയപ്പെട്ട ലൂസിസ്റ്റർ ഇന്ന് ലോകത്തിന്റെ മുഴുവൻ്റെയും മുൻപിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. പ്രിയപ്പെട്ട ലൂസിസ്റ്ററിന് കിട്ടാത്ത അവാർഡുകളില്ലെന്ന് നമുക്കറിയാം. അത്രമേൽ ലോകം ശ്രദ്ധിച്ച, നന്മയുള്ള മനുഷ്യർ ശ്രദ്ധിച്ച ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട ലൂസിസ്റ്ററിന്. നന്ദിയോടെയും കടപ്പാടോടെയും ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ വ്യസനിക്കുന്ന കുടുംബാംഗങ്ങളോട്, ഇടവ കുടുംബത്തിൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനവും പ്രാർത്ഥനയും നേരുകയാണ്. വാവിട്ട് നിലവിളിച്ച് നിരാശപ്പെടേണ്ട ഒരു സംഭവമല്ല ഇത്. മറിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയേണ്ട അവസരമാണ്. ഈ നല്ല അമ്മച്ചിയുടെ മക്കളായി ജനിച്ചതിൽ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും നല്ല ദൈവത്തിന് നന്ദി പറയുക. കഠിനമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ പ്രത്യാശയോടെയും സന്തോഷത്തോടെയും നിങ്ങളെ വളർത്തി വലുതാക്കി ഈ സമൂഹത്തിന്റെ മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ, ഈ നാട്ടിലെ വ്യത്യസ്തമായ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിന് മുൻപിൽ അഭിമാനത്തോടെ നിൽക്കാൻ പ്രിയപ്പെട്ട പെൺമക്കളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലും ഇടവകളിലും ശുശ്രൂഷ മണ്ഡലങ്ങളിലും നല്ല വ്യക്തിത്വമുള്ളവരായി ജീവിക്കാൻ, നല്ല കുടുംബിനികളായി ജീവിക്കാൻ, നല്ല സന്യാസിനിയായി ജീവിക്കാൻ, നല്ല കുടുംബനാഥന്മാരായി ജീവിക്കാൻ, നല്ല കൊച്ചുമക്കളായി കഴിയാനൊക്കെ ആവശ്യമായ അനുഗ്രഹത്തിന്റെയും ദൈവാസുരബോധത്തിന്റെയും അസ്ഥിവാരം നിങ്ങളുടെ ജീവിതങ്ങളിൽ വർഷിച്ച ഈ പ്രിയപ്പെട്ട അമ്മച്ചിയോട് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ നമുക്ക് സ്വന്തമായി നൽകിയ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. വലിയ സംതൃപ്തിയോടെ തമ്പുരാൻ തിരക്കരങ്ങളിൽ അമ്മയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 10 വർഷം മുൻപ് വേർപെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ആയിരിക്കുന്ന ഇടത്തേക്ക് തൻ്റെ ഒരു നൂറ്റാണ്ടോളം കാലം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും പ്രത്യാശരിക്കുകയും ചെയ്ത സത്യദൈവത്തിന്റെ സന്നിധിയിലേക്ക്, മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധരുടെയും മാലാഖമാരുടെ സന്നിധിയിലേക്ക്, സ്വീകരിച്ച വിശുദ്ധ കൂദാശകളുടെയും അനുഷ്ഠിച്ച എല്ലാ ഭക്തകൃത്യങ്ങളുടെയും അനേകർക്ക് വേണ്ടി ചെയ്ത എല്ലാ സൽകൃത്യങ്ങളുടെയും അനുഗ്രഹം കിട്ടുന്ന സ്വർഗീയ ഇടത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന അമ്മച്ചിയെ ഓർത്ത് നല്ല ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ സ്വീകരിക്കണമേ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കും. മാനുഷികമായ ദൗർബല്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പിഴവുകളും കുറവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണയുള്ള ദൈവം അത് ക്ഷമിച്ച് തൻ്റെ വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുക. നീതിമാന്മാർക്ക് അവകാശമായ കർത്താവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നൽകാൻ
കഴിവുണ്ടാകണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭക്തിയോടെയും കൃതജ്ഞതയോടെയും ഈ ശുശ്രൂഷ നമുക്ക് പങ്കെടുക്കാം. പ്രിയപ്പെട്ട അമ്മയുടെ കുടുംബാംഗമായ അവിടെ രചിച്ച് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായി ദൈവമേ, ഞങ്ങളെ മോചിത ഈ പനി നേരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദ്രൻ വെഞ്ചിരിപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാമോചനത്തിനായി ഈ ചന്ദ്രത്തിരിയുടെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമി മനുഷ്യർ സമാധാന പ്രത്യാശയെപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തെ പുകഴ്ത്തുകയും മഹിനിമായ ത്രിത്വത്തിന്റെ നിപുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നീ ആകാശത്തെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. മനുഷ്യരുടെ പൽക്കൊടുക്ക് തുല്യമാകുന്നു. മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിത പുൽക്കോടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവന്മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യരുടെ പൽക്കൊടുക്ക് തുല്യമാകുന്നു. മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു. മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു. മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മാനവിധേയരാക്കുകയും ദയാധികത്തായി ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, പിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നീ ആകാശത്തെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. നിന്റെ ദാസിയുടെ ആത്മാവിനെ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരുടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ വരമീ ദാസി കരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മത്തിരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ.
വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയിർപ്പേകും. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോന് ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശുദ്ധിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ, നല്ലവരത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കരുടെ ലേഖനം. എന്റെ സഹോദരൻ, മരിച്ചതിനെ കുറിച്ച് പ്രത്യാശയില്ലാതെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യരെ വരുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഈശോയിൽ മരിച്ചതിനെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തിലൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ച ആദ്യവേദനേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ എതിരേറ്റിനായി അവരോടുകൂടെ മേഘലെടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാംഭാവ് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിക്കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് ഇത് കർത്താവ് ആഹ്വാന അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുന്ന മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനുമതൃഷ്ടമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാനത വയ്ക്കണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗ പ്രതീക്ഷവും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിദേശത്തിന്റെ മഹത്വത്തിന് പറയാൽ ഈ ആത്മാവിനെ പ്രവാസിപ്പിക്കുകയും സ്വരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന്റെ മനത്തിൽ സ്വയം കണ്ടെത്തിയ മിശിഹായെ, കരയുന്നവരെ കണ്ണിൽ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പ്രകൃതന മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും Dios,
കർത്താവേ, നിന്റെ കാര്യം ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളെ പാപങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. നിന്റെ മഹിനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്ന അഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിനായ ദിവസം നീതിപടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പുറത്തിറക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. അതുകൊണ്ട് വാഹനങ്ങളിൽ വന്നവർ ദയവായി ഉടൻ തന്നെ വാഹനങ്ങളുമായി ദേവാലയത്തിലേക്ക് പോകണമെന്ന് അപേക്ഷിക്കും. ഭൗതികദേഹം സംവഹിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് നടക്കുന്നു. അതുകൊണ്ട് ഈ ഭൗതികദേഹത്തിൻ്റെ പിന്നാലെ നടക്കാനല്ല ഈ അമ്മയോടുള്ള ആദരവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. മുൻപേ നമ്മൾ ഒരുമിച്ച് നടന്ന് ഏറ്റവും പിറകിലാണ് അമ്മയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് വാഹനത്തിൽ വന്നവർ മുൻപോട്ട് പോകുക. പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ നിൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാൽ പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ നിൻ പ്രിയജനമേ അനുദിനമലിവോ ഡോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു,
പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമയലാക്കൂ ഉന്നത മുസ്ലിം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നിങ്ങൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാൻ അഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ. ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണയെ നീ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പോയിക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. ഇടയ്ക്ക് ഇറങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികളെല്ലാം എല്ലാവരും പുറത്തേക്ക് പള്ളിയിൽ പോകുന്നവരെല്ലാം താഴേക്ക് ഇറങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ്. Mama.
തലവശം കുറച്ചൊന്ന് പൊക്കി പിടിക്കോ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപ ഇച്ചിരി സൈഡിലോട്ട് വന്നോ അവിടെ അങ്ങോട്ട് കയറിപ്പോണെങ്കിൽ ഈ ഇങ്ങോട്ട് സൈഡാക്കി ഇങ്ങോട്ട് നോക്കാവോ.
പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അലയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവരും യൗവനമേകിയ സന്ദേശത്താൽ നിലവിൽ നഗരി മനസ്സുതിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകില്ലാതെ പൊറുതിനമൊക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ കോട്ടരുമന്നെരി നീയും നടന്നു. ഉപവാസത്താൽ ദാനിയേലും സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോൾ ഞാൻ സന്തോഷിച്ചു മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും ഗോഹായും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സത്യവിശ്വരുടെ കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സമയത്തുകാലത്തെ പ്രസാദിച്ചയാളെ ദൈവം തീരുമാനമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. പരിശീലിപ്പിക്കുകയും തലവർക്ക് സർവാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുക അവരുടെ കൂടെ ഇയാളെ തന്റെ വലതുഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ.
കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കും. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ദൈവത്തിന്റെ പൗരമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസയെ വിശദീകരിക്കുകയും പരിസ്ഥിതിവാന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസങ്ങളാൽ എന്റെ ആത്മാവിനെ കൃപാവനം ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരും ലോകത്തിലെ ദൈവതകളാൽ നിന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ തളർന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗ്ഗത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം സംസ്കരിക്കുകയാണ്. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ മനോഹരമാകും. വിശുദ്ധമാവതീസായാൽ പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനമേ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സോഫ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതൂറും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാസ്യങ്ങളത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
ദീപചാരം നടത്തിക്കാനുള്ള സമയമാണ്. അവിടെ കരുണയുടെ നിലനിർത്തണമേ നല്ല വരുത്തുവനം പാകേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദിമുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യമുതൽ നീക്കുവാമീൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഭൂമിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണേ. മാലാകമാരുടെ കൂടെ സ്വർഗത്തിൽ നശിക്കുവാൻ അവരെ യോഗ്യരാക്കണേ. ഇവനെ മന്നത്തിന്റെയും നാഥൻ പിതാമുക്തനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനും ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവിൻ ദാസേവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധിതിയോടെ നിർമ്മല ചരിതകളാം സാറായേലിശ മത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാണരുളട്ടെ കർത്താവകിലേശൻ. ഹൃദയോർത്തിന് നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കും
മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാട്ടിന്റെ വിധിയുടെ ഇറങ്ങുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. അവിടെ തിരുവന്നെ പരിഹസിക്കുന്നു. നാട്ടിൽ വേദിയോട് നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവിതവുമായ ശക്തികാലാസനത്താറി ആ ശക്തമായ ദേവസ്ഥയും നിന്റെ ദാസി വിളിക്കുന്നത് പതിവായി നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുനിധിമായ കർത്താവെ ഇവന്റെയും മരണത്തിന്റെയും നാഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരാം. ജീവിക്കണമേ, ജീവിക്കുന്ന യാവനം പരിപാലിക്കണേ. ഉദാഹരണം പ്രതീക്ഷ മരണം മറിഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണേ. ഇവന്റെയും മരണത്തിന്റെയും നാഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരാം. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർച്ച മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാൾ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാൾ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും. ആളുകൾ തീരട്ടെ. കേട്ടോ.
ചേച്ചി ഇല്ലേ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പുറത്തില്ലേ നിങ്ങളല്ല അപ്പോയില്ലായ പുതിയ തിരിച്ചു വിളിക്കാവേ. മരിച്ചടക്കലാണ് തിരിച്ചു വിളിക്കാം. ഓക്കെ തിരിച്ചു വിളിക്കാം. VK അമ്മ അല്ല അത് കഴിഞ്ഞോണ്ടിരിക്കും. നോക്കണേ മൊബൈലൊന്നും ബിജു നിന്റെ മൊബൈൽ പിള്ളേരല്ല ഒന്ന് പിള്ളേരല്ല പിന്നെ മാറി കേട്ടോ.